എല്ലാവർക്കും സ്വാഗതം. ലോക ഫുട്ബോൾ മത്സരത്തിൽ സ്പെയിനിൻ്റെ വിജയത്തിന് കാരണക്കാരനായ യാമിൻ യമാൽ എന്ന ലോകപ്രസിദ്ധ കളിക്കാരൻ ഇന്ന് ലോകത്ത് തന്നെ ഒരു വൈറലായി മാറിയിരിക്കുകയാണ് ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ. ഈ സമയത്ത് ഫൈനൽ മത്സരത്തിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ സ്പോർട്സ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. ഈ അവധി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം വരും കാലങ്ങളിൽ ഈ ലോകകപ്പ് വേദിയിൽ ബൂട്ടിട്ട് കേരളത്തിൽ നിന്നും കളിക്കാർ എത്താൻ വേണ്ടിയിട്ടാണ് ഈ അവധി കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനങ്ങൾ നടത്താതെ പ്രവൃത്തി ചെയ്തു കാണിക്കൂ പ്രിയപ്പെട്ട സ്പോർട്സ് മന്ത്രി. സ്പെയിനിൽ ഒരു യാമിൻ യമാൽ ഉണ്ടായെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. അർജന്റീനയിൽ ഒരു മെസ്സി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. പണ്ട് ഒരു പെലെ എന്ന ലോകപ്രസിദ്ധ ഫുട്ബോൾ കളിക്കാരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? ഈ പറയുന്ന ഒരു വ്യക്തികളും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചവരായിരുന്നില്ല. വളരെ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളിൽ ജനിച്ചവരായിരുന്നു. ജീവിക്കാൻ യാതൊരു ഗതിയുമില്ലാത്ത വീടുകളിൽ ജനിച്ചവരായിരുന്നു. പെലെ ആയാലും മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ഇപ്പോൾ യാമിൻ യമാൽ ആയാലും ആര് തന്നെയായാലും അത്തരത്തിൽ കഴിവുള്ളവരെ സർക്കാരിൻ്റെ മുന്നിൽ കണ്ടെത്തുമ്പോൾ പിന്നീട് അവിടെ പണിയെടുക്കേണ്ടവൻ സർക്കാരാണ്. അത് ചെയ്യാനുള്ള ആർജവം ഇല്ലാതെ, ആർജവം കാണിക്കാതെ അവധി കൊടുത്ത് കൈ കഴുകുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. എങ്ങനെയാണ് ഈ ചെറിയ അധികം ജനസംഖ്യയില്ലാത്ത രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ശക്തമായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ലോക പ്രസിദ്ധിയുള്ള ഒരു ഫുട്ബോൾ ടീം ഉണ്ടാകുന്നില്ല? അതിൻ്റെ കാരണക്കാരാരാണ്? ഇവിടെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കളിക്കാരെ, പക്ഷേ അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള യാതൊരു നടപടിയും എടുക്കാറില്ല. മാക്സിമം ഒരു കളിക്കാരൻ വന്നു കഴിഞ്ഞാൽ, ഒരു കഴിവുള്ളവനെ കണ്ടെത്തിയാൽ ആകെ ചെയ്യുന്ന കാര്യം അവനൊരു സർക്കാർ ജോലി കൊടുക്കും. അതോടെ കഴിഞ്ഞു, അവൻ്റെ ജീവിതം കഴിഞ്ഞു, അവനെ കെട്ടിയിട്ടു, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ യാമിൻ പോലെയുള്ള കളിക്കാരൻ എങ്ങനെ ഉണ്ടാകുന്നത്? അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ബാഴ്സലോണ എന്ന് പറയുന്ന സ്പോർട്സ് സെൻറ്ററിൽ കൊണ്ടുപോയി ഏറ്റവും ആധുനികമായ ട്രെയിനിങ് കൊടുത്ത് വളർത്തി വലുതാകുകയാണ്. അദ്ദേഹം അടുത്ത കാലത്ത് ജനിക്കുന്നു. ജനം 2007 വെറും 17-18 വർഷങ്ങൾ കൊണ്ട്, അതായത് 17ാമത്തെ വയസ്സിൽ ലോകകപ്പ് കളിക്കുന്നു. ആലോചിച്ച് നോക്കി. കളിക്കുക മാത്രമല്ല, ഞെട്ടിക്കുന്ന കളി. അതായത് എല്ലാവരും വലിയ കളിക്കാരനായി കണക്കാക്കിയ, ലോകത്തിൻ്റെ നെറുകയിൽ നിന്നിരുന്ന അർജന്റീനയുടെ മെസ്സിയെ ഒന്നുമല്ലാതാക്കി. ഇതുവരെ ഒരു ലോക താരത്തിനും ഇത്തരത്തിലുള്ള ഗതികേട് വന്നിട്ടില്ല. പെലെക്കായാലും മറഡോണയ്ക്കായാലും ഒക്കെ വളരെ പാവപ്പെട്ട ഫാമിലിയിൽ ജനിച്ചവരായിരുന്നു. ഇവരാരും ആ അവസാനത്തെ കളി നാണം കെട്ടുപോയിട്ടില്ല. ഇവിടെ മെസ്സിക്ക് എന്താ ഉണ്ടായത്? ഈ അവസാന ഈ ഫൈനൽ മത്സരത്തിൽ അർജന്റീന ജയിക്കുമെന്ന് കേരള ഭരണകൂടം, കേരളത്തിലെ പലരും തീരുമാനിച്ചു. മെസ്സി ഗോൾഡൻ ഷൂ വാങ്ങും, മെസ്സി ഏറ്റവും ഗോളടിച്ച ആളായി മാറും, അർജന്റീന കപ്പടിക്കും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകൾ കൊണ്ട് ഫൈനൽ ദിവസം അവധി പ്രഖ്യാപിച്ചു. എന്നിട്ട് എന്തുണ്ടായി?
അർജന്റീനയ്ക്ക് കളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു ബോള് മര്യാദയ്ക്ക് സ്പെയിനിൻ്റെ പോസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നതാണ് സത്യം. കളി മുഴുവൻ കളിച്ചത് സ്പെയിനാണ്. ആ സ്പെയിനിൽ ഈ ആമിൻ എന്ന് പറയുന്ന ഈ 17 വയസ്സുകാരൻ മെസ്സി കയ്യിലെടുത്ത ചെറിയ ചോരക്കുഞ്ഞാണ്. ആ ചോരക്കുഞ്ഞ് 17 വർഷം കൊണ്ട് ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആ ലോകകപ്പിൽ ആ യാമീനെ കയ്യിലെടുത്ത മെസ്സി ലോകകപ്പിലെ അവസാനത്തെ ഗെയിം കളിക്കുകയാണ്. ആ ഗെയിം രണ്ടുപേരും പരസ്പരമായി പോയി. ആ പരസ്പരമുള്ള കളിയിൽ യമീൻ ഗ്രൗണ്ടിലിട്ട് ഈ മെസ്സിയെ കുതിര കളിപ്പിക്കുന്നത് കണ്ട് ലോകം തെരിച്ചുപോയി. മെസ്സി ആകെ ഞെട്ടിപ്പോയി, നാണം കെട്ടുപോയി. ഇങ്ങനെ ഒരു കളിക്കാരനും ഇന്നേ വരെ ഈ ഫുട്ബോൾ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് ദൈവനിശ്ചയം. മെസ്സിയുടെ കുറ്റമല്ല, യാമിൻ്റെ കുറ്റമല്ല. ഇവിടത്തെ ലോക രാജ്യത്തുള്ള ജനങ്ങളുടെ ചിന്താഗതിക്കെതിരെ ഒരു തീരുമാനം അവിടെ ഉണ്ട്. ആ തീരുമാനമാണ് അവിടെ കണ്ടത്. കളി തുടങ്ങിയതിൻ്റെ അവസാന നിമിഷം വരെയും ആരാണ് കളിച്ചത് ഗ്രൗണ്ടിൽ? എത്ര മുന്നേറ്റങ്ങളാണ് സ്പെയിൻ അർജന്റീനയുടെ ഗോൾ മുഖത്ത് നടത്തിയത്. എന്നാൽ അർജന്റീന എത്ര മുന്നേറ്റം സ്പെയിനിൻ്റെ ഗോൾ മുഖത്ത് നടത്തി? അർജന്റീനയ്ക്ക് ആകെ ഒരു ഭാഗ്യമുള്ളത് അവരുടെ ഗോൾ കീപ്പറായിരുന്നു. ആ ഗോൾ കീപ്പറും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഡസൻ കണക്കിന് ഗോളുകൾ ഒരു വലിയ സംഭവം അവിടെ കാണാമായിരുന്നു. ഭാഗ്യം കൊണ്ട് ആ ഗോളി കുറച്ച് നല്ലവനായിപ്പോയി. അല്ലെങ്കിൽ സ്പെയിൻ ഓരോ മിനിറ്റിൽ ഓരോ ഗോളുകൾ വീതം അടിച്ചു കയറ്റിയത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ സ്പോർട്സ് മന്ത്രി നമ്മുടെ ഗ്രാമങ്ങളിലും കേരളത്തിലെ പല സ്കൂളുകളിലും നല്ല കളിക്കാരായ പിള്ളേർ വരുമ്പോൾ, അവരെ കണ്ടെത്തുമ്പോൾ അവനെ പ്രത്യേകിച്ച് എടുത്തുകൊണ്ടുപോയിട്ട് പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് സ്കൂളുകൾ ഉണ്ടാക്കി, ട്രെയിനിങ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, പ്രത്യേക തരം ട്രെയിനിങ് കൊടുത്ത് അവനെ വളർത്തി വലുതാക്കണം. അല്ലാതെ ഒരു സർക്കാർ ജോലി കൊടുത്ത് തലക്കടിച്ചിരുത്തുകയല്ല ഇവിടെ ചെയ്യേണ്ടത്. എന്നാൽ ഈ കേരളത്തിൽ നിന്ന് ബൂട്ടിട്ടിട്ട് ഇത്തരത്തിലുള്ള വേദികളിൽ നമുക്ക് ആൾക്കാരെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രി മനസ്സിലാക്കൂ. അല്ലാതെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വായിൽ വരുന്നത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഇതൊന്നും ഇവിടെ നന്നാകാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഒരുപാട് കളിക്കാരെ കണ്ടതാണ്. എന്തിനു പറയുന്നു? സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന, അതായത് ബംഗാളിലെ സന്തോഷ്, ബംഗ്ലാദേശിലെ സന്തോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇവിടെ നടക്കുന്ന സന്തോഷ് ട്രോഫിയിൽ ഇന്ന് കേരളത്തിൽ നിന്ന് എത്ര ആൾ കളിക്കുന്നുണ്ട്? എന്തേ അതൊക്കെ ആ ലെവലിലേക്ക് എത്തിയത്? ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഈ ലോകകപ്പ് ഫുട്ബോൾ വന്നപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ കവലകൾ തോറും സ്പെയിനിൻ്റെയും ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും കളിക്കാരുടെ ഫോട്ടോ, കളർ ഫോട്ടോകൾ വെച്ച് റോഡിൻ്റെ രണ്ട് ഭാഗത്തും വെച്ച് തല്ലുകൂടുന്നത് കണ്ടു. ആ തല്ലുകൂട്ടത്തിലും മതവും രാഷ്ട്രീയവും കൊണ്ടുവരാനും ശ്രമിച്ചതായിട്ട് തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. ഇതിനൊക്കെ കേരളം നമ്പർ 1 ആണ്. അല്ലാതെ കളിച്ച് നല്ലൊരു കളിക്കാരനായി മാറി ഇത്തരത്തിലൊരു ഷൂ അണിഞ്ഞ് ലോകകപ്പിൽ പങ്കെടുക്കാൻ ആരും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇവിടെ പാപ്പച്ചന്മാരുണ്ടായിട്ടുണ്ട്, IM വിജയന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെ വേണ്ട രീതിയിൽ വളർത്തിയെടുക്കാൻ ഇവിടുത്തെ സർക്കാരും ഉണ്ടായിട്ടില്ല എന്ന ദുഃഖമായ സത്യം എല്ലാവരും മനസ്സിലാക്കുക. അവധി കൊടുത്തുകൊണ്ട് ലോകകപ്പിൽ ബൂട്ടിടാൻ ആളുണ്ടാവും എന്ന് ഒരു സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞതുകൊണ്ട് ഒന്നും ഇവിടെ സംഭവിക്കില്ല. ആത്മാർത്ഥമായി പഠിച്ച് ചിന്തിച്ച് എല്ലാവരുമായി ആലോചിച്ച് ഇവിടുത്തെ ഓരോ സ്കൂളുകളിലും കളിക്കാൻ കഴിവുള്ള പിഞ്ച് പയ്യന്മാരെ കണ്ടെത്തി അവർക്ക് ശക്തമായ ആധുനിക ശാസ്ത്രീയ രീതിയിൽ തന്നെ ട്രെയിനിങ് കൊടുത്ത് ഒരു മുന്നേറ്റം നടത്താൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന് ഈ ലോകകപ്പിൽ വലിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിയും എന്നതിന് യാതൊരു സംശയവും വേണ്ട.